ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമോ സാർ? പുറത്തിറക്കാൻ ആരാ ഉള്ളത് പിയെ? ആ നമ്പ്യാരും ഇല്ലല്ലോ. രാവിലെ തന്നെ അമേരിക്കക്ക് പോയി. ഇന്ന് എന്താണോ വെയില് കുറച്ച് കൂടുതലാണല്ലോ. വാ, വീട്ടിൽ പോയി നല്ല ചില്ല് ബിയർ കുടിക്കാം. ശരി സാർ. അനു എപ്പോ വരും മുത്തശ്ശി? വരും മോളെ. അനുവിനൊന്നും സംഭവിക്കില്ലല്ലോ? അവൾക്കൊന്നും സംഭവിക്കില്ല. ആ ഐസ്ക്രീം കഴിക്കാതിരുന്നാ മതിയായിരുന്നു. ബാഡ് ഐസ്ക്രീം ആവശ്യമില്ലാതെ വാങ്ങി കഴിച്ചു. ഇനി ഒരിക്കലും കഴിക്കില്ല. അനു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല കീർത്തി, ഞാൻ നന്നായിട്ടായിരിക്കുന്നേ. എന്താ മോളെ പറഞ്ഞേ? ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞിട്ട്? അനുവിന്റെ കണ്ടീഷൻ സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാം MLA നാടകമായിരുന്നു അച്ഛാ. ഇവര് കഴിച്ച ഐസ്ക്രീമില് എന്തോ കെമിക്കൽ കലർത്തിയിട്ടുണ്ട്. അത് കഴിച്ചതുകൊണ്ടാ അനു ബോധം കെട്ട് വീണത്. അനു സീരിയസ് ആയിരിക്കുകയാണ്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടറെ കൊണ്ട് അയാളാ പറയിപ്പിച്ചത്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിയ ഉടനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് അയാൾ പ്ലാൻ ചെയ്തിരുന്നു. അനുവിനൊന്നും സംഭവിച്ചിട്ടില്ല. ബോധം തെളിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു. ശരി മോളെ, ആബി എവിടെ? മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏട്ടനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൂട്ടിക്കൊണ്ടുപോയി. ആ MLA അങ്ങനെ ഒരു വേലത്തിനും കൂടെ കാണിച്ചോ? അവരൊരു മനുഷ്യനല്ല, മൃഗമാ. അബിയെ അറസ്റ്റ് ചെയ്തോ? ഇനി എന്താ ഏട്ടാ ചെയ്യുക? അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ. അഖിലിനെയും കാർത്തികയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത് ഏട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ആ MLA ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം. കാർത്തിക, അഖിൽ എവിടെ? പുറത്തു പോയിരിക്കുക. എപ്പോ വരും? അറിയില്ല. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അഖില് വീട്ടിലില്ലെങ്കിൽ എന്താ, നീ ഉണ്ടല്ലോ. വാ, സ്റ്റേഷനിലേക്ക് പോവാം. സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാം. നിന്റെ ഏട്ടനെ അവർ ഉറപ്പായിട്ടും റിലീസ് ചെയ്യും. എന്നിട്ട് എന്നെ അഖിലിനെ അറസ്റ്റ് ചെയ്യാനാണോ? ജയിലിൽ അയക്കാനാണോ? ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് കാർത്തിക? തെറ്റ് ചെയ്തത് ആ MLA അല്ലേ? ഇനി ഇതിൽ കൂടുതൽ ഡ്രാമ വേണ്ട. ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ എന്തറിഞ്ഞുന്നാ? നിങ്ങളുടെ ഡ്രാമാസ്, പ്ലാൻസ് എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. സാക്ഷികളും തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നീ എന്താ പറയുന്നേ കാർത്തിക? എന്ത് തെളിവിനെ പറ്റിയാ പറയുന്നേ? ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞങ്ങൾ പറയാം, ഞങ്ങളെല്ലാം പറയാം. അഭിരാം ചേട്ടൻ ഞങ്ങൾക്ക് കാശ് തന്നിട്ട് അവരുടെ അനിയനെയും അനിയന്റെ ഭാര്യയെയും പേടിപ്പിക്കാനായിട്ട് പറഞ്ഞു.
സാറാണ് ഇത് ചെയ്യിച്ചതെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. കാശിന് വേണ്ടിയാ സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ സാർ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്കും അഭിരാം സാറാണ് പണം തന്നത്. ഡമ്മി ബോംബ് പാഴ്സൽ ചെയ്ത് കൊറിയർ ബോയിയായി കൊടുക്കാൻ പറഞ്ഞു സാർ. അത്ര എനിക്കറിയാം. അഖിലനിയ കാർത്തിക, കേട്ടല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അഭിറാമാണ് ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ വന്ന മാതാജി ഒരു കള്ളിയാ. ഞാൻ കാരണം നിങ്ങളുടെ ജീവൻ ആപത്താണെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇവർക്ക് രണ്ടുപേർക്കും കാശ് കൊടുത്ത് വശത്താക്കി എന്റെ പേര് പറയിപ്പിച്ചതാ. ഈ കൊറിയറുകാരന്റെ കയ്യിൽ ബോംബ് കൊടുത്ത് ഫ്രം അഡ്രസ്സിൽ എന്റെ വീട്ടുപേരാ വെച്ചത്. എന്നിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി അപ്രൂവറാക്കി മാറ്റി എനിക്കെതിരായി സാക്ഷി പറയിപ്പിച്ച് നിങ്ങളെ ജയിലിലേക്കാനായി ശ്രമിച്ചത്. ഇതായിരുന്നു അഭിറാമിന്റെ പ്ലാൻ. ഇനിയും നിങ്ങൾ അവന്റെ കൂടെ നിൽക്കണോ അതോ എന്റെ കൂടെ നിൽക്കണോ എന്ന് തീരുമാനിക്കുക. അവന്റെ കൂടെ നിന്ന് ജയിലിലേക്ക് പോകുന്നോ അതോ എന്റെ കൂടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നോ ആലോചിച്ച് തീരുമാനിക്കുക. ഇനി ഏട്ടത്തി എന്താ പറയാനുള്ളേ? എന്താ പറയാനുള്ളേ? ഇനി ഇതും കള്ളമാണെന്ന് പറയോ അതോ ഒരു പ്ലാനും ചെയ്തിട്ടില്ലെന്ന് പറയോ? ഞങ്ങൾ അങ്ങനെ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഉള്ളിലൊരു മാറ്റം വരാൻ വേണ്ടി, നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി. സോറി ഏട്ടത്തി, നേർവഴിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നുവെച്ചാ നിങ്ങൾ ആ MLA കൂടെ തന്നെ നിൽക്കുമെന്നല്ലേ? ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പുറകെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല, സ്റ്റേഷനിലും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരി. SI സർ, എനിക്ക് എന്റെ ഭർത്താവിനോട് സംസാരിക്കണം. ഇനി നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? എല്ലാം കഴിഞ്ഞുപോയി. നിന്റെ ഭർത്താവ് കണ്ടീഷൻ ബെയിൽ ക്രോസ് ചെയ്തു. എന്താന്ന് വെച്ചാൽ കോടതി നോക്കിക്കോളൂ. ഞങ്ങളുടെ കയ്യിൽ സാക്ഷിയും തെളിവൊക്കെ ഉണ്ടായിട്ടും അത് സാറിനെ കാണിക്കാന്ന് പറഞ്ഞിട്ടും ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങളുടെ സമയം സാറ് വേസ്റ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ ആ കോൾ റെക്കോർഡുണ്ട്. നാളെ കോടതിയിൽ ആ റെക്കോർഡ് ഞാൻ കൊണ്ടുപോയി കാണിക്കട്ടെ. നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നമ്പ്യാർ സാറ് പോലും ഇപ്പോ നാട്ടിലില്ല. രാവിലെ വിദേശത്തേക്ക് പോയി. എന്റെ ഭർത്താവിനോട് സംസാരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്പ്യാർ സാറിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ പോയി സംസാരിച്ചോ. 5 മിനിറ്റേ സമയം തരൂ. എന്തായിട്ടാ ഇപ്പൊ ചെയ്യ? അഖിലും കാർത്തികയും സ്റ്റേഷനിലേക്ക് വരില്ലെന്ന് പറഞ്ഞു. അവരുടെ കയ്യിലുള്ള തെളിവുകൾ തരില്ലെന്നും പറഞ്ഞു. അത് ഓപ്ഷൻ എ വസുന്ധര. എനിക്കറിയാവുന്നിടത്തോളം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ആ എവിഡൻസ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഈ SIയെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ തെളിവ് ഇയാൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒപ്പിക്കാം. പിന്നെ ഏട്ടന് പുറത്തു വരാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ഉണ്ട്. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. വസുന്ധര, ബി കെയർഫുൾ. ആ, ഞാൻ നോക്കിക്കോളാം ഏട്ടാ. പോയിട്ട് വരാം. മാഡം, എന്തിനുള്ള പുറപ്പാടാ? അത് ഞാൻ പറയാം ഇൻസ്പെക്ടർ. സർക്കാരിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ആ MLAക്ക് അടിമപ്പണി ചെയ്യുവല്ലേ താൻ? അയാളുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയും വാങ്ങിച്ച് അയാൾ തരുന്ന മദ്യവും വാങ്ങിച്ചു കുടിച്ച് നീതിക്ക് നിയമത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ചേർത്ത് നല്ല പണി തരുന്നുണ്ട് ഞാൻ. വസുന്ധര, താൻ വയ്ക്കോളൂ.
ഇതാ ചേച്ചി നിങ്ങൾ ചോദിച്ചത്. വളരെ നന്ദിയുണ്ട് ശംഭു. ശ്രദ്ധിക്കണേ ചേച്ചി, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാ. കാര്യം കഴിഞ്ഞ ഉടനെ തന്നിരിക്കും. ഞാൻ പോയിട്ട് വരാട്ടോ. ഞാനും ചേച്ചിയുടെ കൂടെ വരാം. വേണ്ട ശംഭു, ഇത് റിസ്ക് ഉള്ള പണിയാ. നിനക്കൊരു കുടുംബം ഉള്ളതാ. എന്റെ കുടുംബം കഴിയുന്നതിനെ അഭിരാമേട്ടന്റെ കാരുണ്യതല. നിങ്ങൾക്ക് വേണ്ടി എത്ര വലിയ റിസ്ക് ആയാലും ഞാൻ എടുക്കും. പ്ലീസ് ചേച്ചി, എന്നെ കൂടെ കൊണ്ടുപോകും. ശരി, വാ. ആ നമ്മളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടതായിരുന്നു. ആ അഭിറാമിന് വേണ്ടി വസു പൊട്ടിക്കരയുന്നതൊന്ന് കാണാമായിരുന്നു. മിസ്സായി പോയില്ലേ. ഒന്നും മിസ്സായിട്ടില്ല സാർ. മിസ്സിസ് അബ്രാം ഇങ്ങ് വന്നിരിക്കുന്നു. ഓഹോ ഹോ ഹോ ഹോ, എന്താ മോളെ ഇങ്ങോട്ടൊക്കെ വന്നത്? എന്റെ ഭർത്താവിനെ വിടണമെന്ന് എന്റെ കാലിൽ വീണ് കേണപേക്ഷിക്കാൻ വന്നതാണോ? നീ എത്ര കരഞ്ഞാലും മനസ്സലിയാനായി ഞാൻ ആ നമ്പ്യാരല്ലോ മോളെ, രാക്ഷസനാ ഞാൻ. അറിയാം. തന്റെ കാല് പിടിക്കാനോ തന്നോട് അപേക്ഷിക്കാനോ അല്ല ഞാൻ വന്നത്. അങ്ങനെ കരുതിയും വേണ്ട. പിന്നെന്തിനാ വന്നത്? തന്നെ കൊല്ലാൻ വേണ്ടിട്ടാ വന്നത്. എന്താ മോളെ ചെയ്യുന്നേ? അത് തോക്ക അമർത്തിയ പൊട്ടും. ആളെ കൊല്ലാൻ തന്നെയാ വന്നത്. ഇതിനകത്തുള്ള ബുള്ളറ്റ്സ് എല്ലാം നിങ്ങളുടെ നെഞ്ചിനകത്തേക്ക് ഇറക്കാൻ തന്നെയാ വന്നത്. എല്ലാ ബുള്ളറ്റും സാറിനാ. ഞാൻ സേഫാ. വേണ്ട മോളെ, ഒരു MLA കൊന്നാൽ അത് എത്ര വലിയ ക്രൈമാണെന്നറിയാമോ നിനക്ക്? എന്റെ ഭർത്താവിന് എന്തായാലും ജയിൽ ശിക്ഷ കിട്ടാൻ പോവാ. തന്നെ കൊന്നിട്ട് ഞാനും ഏട്ടനോടൊപ്പം ജയിലിൽ പോവാ. നിങ്ങൾ രണ്ടുപേരും ജയിലിലേക്ക് പോയാൽ നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ എന്താകും? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് ബന്ധുക്കളുണ്ട്. ഞാൻ പോയാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ അനാഥരായി പോവും മോളെ. അച്ഛനില്ലാത്ത കുട്ടികളായി പോവും. നിങ്ങൾ എപ്പോഴാണ് സാർ ജനങ്ങളുടെ അച്ഛനായി നടന്നിട്ടുള്ളത്? മോളെ, നീ എന്നെ കൊല്ലാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. താൻ ചെയ്ത പാപപ്രവൃത്തികളെല്ലാം എന്നോട് പറയും. ഞാൻ ചെയ്ത പാപങ്ങളോ? സമ്മതിച്ച ഞാൻ തന്നെ വെറുതെ വിടും. പറയാൻ ഞാൻ സമ്മതിക്കാം മോളെ. ശംഭു, ചേച്ചി പറയാനാ പറഞ്ഞേ. എന്റെ ഏട്ടനെ ഡ്രഗ്സ് കേസിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ? അല്ലേ എന്നാ ചോദിച്ചത്? അതെ മോളെ, ഞാൻ തന്നെ. അന്നദാനത്തിന്റെ അന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അഖിലിന്റെയും കാർത്തികയുടെയും കയ്യിൽ ഡ്രഗ്സ് കൊടുത്തിട്ട് കലർത്താൻ പറഞ്ഞത് ഞാനാ. അതിനുശേഷം ഫുഡ് ഇൻസ്പെക്ടറോട് ഫുഡിൽ ഡ്രഗ്സ് കലർത്തിയെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതും SIയെ കൊണ്ട് നിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഞാനാ മോളെ. നമ്പ്യാർ സാർ മുഖാന്തരം നിന്റെ ഭർത്താവിന് ജാമ്യം ലഭിച്ചപ്പോഴും അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇന്ന് നിങ്ങളുടെ കുട്ടിക്ക് കെമിക്കൽ കലർന്ന ഐസ്ക്രീം കൊടുത്തത് ഞാനാ. അത് കഴിച്ച് കുട്ടി ബോധം കെട്ട് വീണ ഉടനെ കണ്ടീഷൻ സീരിയസ് ആണെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് അയക്കണമെന്ന് ഡോക്ടറെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് നിന്റെ ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യിച്ചത് ഞാനാ. എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? എന്റെ നേരെ തോക്ക് ചൂണ്ടി സംസാരിക്കുന്നോ? എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നോ? ചേച്ചി, സാർ, പെണ്ണുങ്ങൾ തള്ളരുത്. മിണ്ടായിരിക്കടാ. എന്റെ വഴിയിൽ കുറുകെ വരുന്ന ആരായാലും ഞാൻ കൊന്നുകളയും. ആ ഫോൺ എടുക്ക, ഇല്ലെങ്കിൽ ഇവൾക്ക് മുൻപ് നിന്നെ ഞാൻ കൊല്ലും. വേണമെങ്കിൽ കൊന്നോളൂ, ഞാൻ തരില്ല. അങ്ങനെയെങ്കിൽ നിനക്ക് മുൻപ് ഇവളെ കൊല്ലും. എന്താടാ, കൊല്ലട്ടെ? പറ. വേണ്ട, കൊല്ലണ്ട.
ഇതാ ഫോൺ. എടുക്ക. ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. ഇനി നീയൊക്കെ എന്താ ചെയ്യുക? MLA വെറും ഒരു വിഡ്ഢിയാണെന്നും മണ്ടനാണെന്നും വിചാരിച്ചോ? കൊന്നുകളയും രണ്ടിനെയും ഞാൻ. നിന്റെ ഭർത്താവ് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നണം. നീ ഇവിടെ അനാഥയെ പോലെ മരിക്കണം. നിന്റെ ബോഡി എന്ത് ചെയ്തെന്ന് ഒരാള് പോലും അറിയില്ല. എന്നെ കൊണ്ട് ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം പറയിപ്പിക്കണമല്ലേ? എന്തായാലും നീ ചാകാൻ പോകുന്നവളല്ലേ? ഞാൻ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. ഞാൻ വെറുതെ MLA ആയവനല്ല. കൊലപാതകങ്ങളും കിഡ്നാപ്പുകളും എത്രയോ നടത്തിയിട്ടുണ്ട്. എത്രയോ പേരെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. ഒന്നിനും സാക്ഷികളില്ല. എന്നെങ്കിലും ഒരിക്കൽ ഇപ്പോഴിരിക്കുന്ന CM-നെ കൊന്ന് ഞാൻ CM ആയി മാറും. അങ്ങനെയുള്ള എന്നെ നിന്റെ ഭർത്താവ് എതിർക്കുന്നു. പെണ്ണുങ്ങളെ കളിയാക്കിയതിന് എന്റെ മകനെ അടിച്ചു, ചോദിച്ചതിന് എന്റെ ചെകിടത്തടിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ പക. നിന്റെ ഭർത്താവിനെയും കുടുംബത്തെയും നടുറോഡിൽ ഇറക്കണമെന്ന് വിചാരിച്ചു. നിന്റെ ചേട്ടൻ ഭാസ്കറിനെയും അനിയൻ അഖിലിനെയും മരുമകൾ കാർത്തികയെയും എന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ സ്വത്തുക്കൾ മുഴുവനും എഴുതി വാങ്ങി. അതിൽ നിന്റെ ഭർത്താവ് കൂടി ഒപ്പിട്ടാൽ സ്വത്തുക്കൾ മുഴുവനും എന്റേതാകും. അതിൽ ഒപ്പിടാത്തത് കൊണ്ടാ ഡ്രഗ്സ് കേസിൽ നിന്റെ ഭർത്താവിനെ കുടുക്കിയത്. ഈ ജന്മത്തിൽ നിന്റെ ഭർത്താവ് പുറത്തിറങ്ങില്ല, പുറത്തിറക്കില്ല ഞാൻ. പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. എന്റെ അക്കൗണ്ടിലുള്ള ഓരോ രൂപയും രക്തം കൊണ്ട് നനഞ്ഞതാണ്. അത്ര വലിയൊരു രക്തചരിത്രം എനിക്കുണ്ട്. കണക്കുകൾക്ക് അതീതമായ കുറ്റചരിത്രമാണ് എന്റേത്. അങ്ങനെയുള്ള എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ചാക്. ഈ ഗണ്ണിൽ ബുള്ളറ്റ്സ് ഇല്ലേ? എന്താ ചിരിക്കുന്നത്? രക്ഷപ്പെട്ടതാണോ നിങ്ങളുടെ വിചാരം? എന്റെ ഗണ്ണെടുത്തിട്ട് പാടോ. സാർ അങ്ങോട്ട് നോക്കിയേ സാർ. വരൂ വരൂ. ഇത് കണ്ടോ? ഈ വസു എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാ. ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ തോക്ക് പിടിച്ചു വാങ്ങിച്ചു. ഇത് നിങ്ങളുടെ നോട്ട് പാഡിൽ എഴുതിക്കോളൂ. എന്നിട്ട് TV ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യേ. സോറി MLA സർ, ലൈവ് ടെലികാസ്റ്റ് എപ്പോഴേ തുടങ്ങിയതാ സർ. ഒരു തവണ ഒന്ന് TV ഓൺ ചെയ്ത് നോക്കിയേ. ഞാൻ വെറുതെ MLA ആയവനല്ല. കൊലപാതകങ്ങളും കിഡ്നാപ്പുകളും എത്രയോ നടത്തിയിട്ടുണ്ട്. എത്രയോ പേരെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിലുള്ള ഓരോ രൂപയും രക്തം കൊണ്ട് നനഞ്ഞതാണ്. അപ്പോ നിങ്ങളെല്ലാം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവരൊക്കെ എപ്പോഴേ വന്നതാ. എന്തായാലും സാർ എന്നെ കൊല്ലാൻ പോകുന്നതുകൊണ്ട് സാറ് ചെയ്ത കുറ്റങ്ങളൊക്കെ സാറിനെ കൊണ്ട് തന്നെ സമ്മതിപ്പിച്ച് എനിക്ക് വളരെ നല്ലൊരു സഹായം ചെയ്തത്. ഇതൊക്കെ വെറുതെയാ, വെറുതെ ചെയ്തതാ. എല്ലാം ഒരു ആക്ടിംഗ് ആയിരുന്നു. എല്ലാം കള്ളവാ. ഈ സമയത്ത് ആരാ? ഹലോ, ആരാ BA? സാറിന്റെ MLA സീറ്റ് കയറി സാർ. പാർട്ടി എഴുതി സാറിനെ സസ്പെൻഡ് ചെയ്തെന്ന്. അല്പസമയത്തുള്ളിൽ പോലീസുകാർ സാറിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വരുമെന്ന്. Sir, you are under arrest.
ഒരുപക്ഷെ ഇത് മുഴുവട്ടായോ? സ്വപ്നമാണോ ഇതൊക്കെ? സ്വപ്നം, ദിവാസ്വപ്നം. ഇന്നലെയും ഇതുപോലൊരു സ്വപ്നം കണ്ടതാ. നോക്കിയപ്പോ ആരും തന്നെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം എന്റെ തോന്നലുകളാ. ഇത് സത്യമാ, സ്വപ്നമല്ല. സത്യോ? താൻ ഞങ്ങളെ ഉപദ്രവിക്കണമെന്ന് കരുതി. പക്ഷേ എന്റെ ഏട്ടന്റെ തിരിച്ചടി എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായോ? തന്റെ അധികാരവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ ഉണ്ടതെന്ന് കിടക്ക്. എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. മാഡം, നിങ്ങൾ ഗ്രേറ്റ് ആണ് മാഡം. അയാളെ ശരിയായ പാഠം പഠിപ്പിച്ചു.